എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു നമ്മൾ പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ്. സംഭവം മറ്റൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ അച്ഛനെ മകൻ കുണ്ടലിനി ശക്തി ഉണർന്നത് കാരണം സമാധി ഇരുത്തിയല്ലോ. പാവം, ആ മക്കൾക്ക് നന്മ വരട്ടെ അല്ലേ. എന്തായാലും അച്ഛനെ സമാധി ഇരുത്തിയ മക്കളെ തേടി പോലീസുകാർ വന്നിട്ടുണ്ട്. മക്കളെ തേടിയല്ല ശരിക്കും വന്നത്. അവർ അച്ഛൻ്റെ കുണ്ടലിനി ശക്തിയൊക്കെ വലിച്ചു പൊട്ടിച്ച് സമാധിയിൽ നിന്നും അച്ഛനെ മോചിപ്പിക്കാനായിരുന്നു പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ മോചിപ്പിക്കാൻ സാധിച്ചില്ല. കാരണം അമ്മ കിടന്ന് ഓം നമ ശിവായ എന്നൊക്കെ വിളിച്ചിട്ട് അവിടെ കിടന്ന് അലിമ്പുണ്ടാക്കി. ഒപ്പം നമ്മുടെ മക്കളും എല്ലാവരും കയറി കുറുകെ നിന്നു. പിന്നെ പോലീസുകാർക്ക് അവരെ ബലം പ്രയോഗിച്ച് ആ സ്ഥലത്ത് നിന്ന് മാറ്റേണ്ടി വന്നു. അപ്പോഴാണ് ഇവർക്ക് വേണ്ടി ഹാജരായ വക്കീൽ നല്ല മിടുക്കനായതുകൊണ്ട് തന്നെ നമ്മുടെ കളക്ടറൊക്കെ ചേർന്നിട്ട് പുതിയൊരു ഉത്തരവിറക്കി. എന്തായാലും ഇവർക്ക് ഫസ്റ്റ് നോട്ടീസ് അയക്കുക, അതിനുശേഷം ഇവരുടെ ബന്ധുക്കളോടൊക്കെ കാര്യം ആരായുക. അപ്പോൾ അതിനുശേഷം ആ ഒരു തെളിവുകൾക്കൊക്കെ ശേഷം പിന്നീട് അച്ഛനെ കുണ്ടലിനിയിൽ നിന്നും ഉണർത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു സമയത്ത് എല്ലാ തരത്തിലുള്ള ആളുകളും അവിടെ തടിച്ചുകൂടി. ജാതി മത ഭേദ വർഗമന്യേ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കാണ് എന്ത് സംഭവിച്ചത്? ചിലർക്കൊക്കെ കൃമി ഞൊളയാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ പല ആളുകൾക്കും തലയിൽ തൊപ്പിയും താടിയും ഒക്കെ ഉള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഹാലിളകുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ആളുകൾക്ക് ഇവരെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. കൃമികടി വളരെ വലുതായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അവിടെ ആ ഒരു ഭാഗത്ത് ഒരു കപ്പ ഇല്ലാതായിപ്പോയി. എടുക്കാനായിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കപ്പ മരം സമൂലം പിഴുതെടുത്ത് വേര് സഹിതം കഴുകി അത് ജ്യൂസാക്കി കുടിച്ചിരുന്നുവെങ്കിൽ ഈ കൃമികടിക്കും വളരെ വളരെ ഒരു കുറവ് സംഭവിച്ചേനെ. പക്ഷേ ആ സമയത്ത് അവിടെ കപ്പ ഇല്ലായിരുന്നു. കപ്പ ഓമക്ക എന്നൊക്കെ പറയൂലേ, കപ്പയ്ക്ക, അങ്ങനെയൊക്കെ പലയിടത്തും പല പേരുകളാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സാധിച്ചില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ചില ആളുകൾ കൃമിശല്യമുള്ള ആളുകൾ അവിടെ അറിയിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ അത് മറ്റൊന്നുമല്ല. പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പോൾ ഇതേ ചൊല്ലിയിട്ട് ഇപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സംഭവം നടക്കുമ്പോൾ ഒരു സ്ഥലത്തൊരു മരിപ്പ് നടന്നാലും, ഇനി ഒരു കൊലപാതകം നടന്നാലും, ഒരു വിവാഹം നടന്നാലും നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും അവിടെ തടിച്ചുകൂടും. വിവാഹത്തിനാണെങ്കിൽ വിളിക്കാതെ അധികം ആരും അങ്ങനെ വരാറില്ല. പക്ഷേ അല്ലാതെയുള്ള ചടങ്ങുകൾ, മരണം പോലുള്ള ചടങ്ങുകൾക്കാണെങ്കിൽ വിളിക്കാതെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വരും. അത് പണ്ട് തൊട്ടേ ഉള്ളൊരു കീഴ്വഴക്കമാണ്. ഈ പറയുന്ന ജീവിച്ചിരിക്കുന്ന വ്യക്തിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ആ വ്യക്തിയെ അറിയാവുന്ന ആളുകളായിരിക്കും. അതല്ലെങ്കിൽ അറിയാത്ത ആളുകളാണെങ്കിൽ പോലും ഒരു കൊലപാതകം അല്ലെങ്കിൽ കൊലപാതകത്തോട് സാമ്യമുള്ള എന്തെങ്കിലും ഒരു സംഭവമാണ് നടക്കുന്നതെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാത്തരം ആളുകളും വരും. അത് ഒരു തെറ്റല്ല. അത് നമ്മുടെ കേരളത്തിൽ ഇന്ന് വരെയും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അതിലൊന്നും അത്രയും സംസ്കാരമില്ലാത്ത നാറിയ ആളുകളൊന്നുമല്ല. അതുകൊണ്ട് ആരും വരരുത് എന്നൊന്നും ആരും പറയത്തില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീട്ടിലല്ല വന്നിരിക്കുന്നത്, ആ ഒരു സമാധി സ്ഥലത്ത് വന്നിരിക്കുകയാണ്. തടിച്ചുകൂടി ജനങ്ങൾ വന്നിരിക്കുകയാണ്. കാരണം പോലീസൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു മൃതദേഹം പുറത്തെടുക്കുമോ, അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് കൊണ്ടുപോകുമോ, ഇനി സമാധിയിൽ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് സഹോദരങ്ങളെല്ലാവരും തടിച്ചുകൂടി. അതിൽ ക്രിസ്ത്യാനികളുണ്ടാവും, മുസ്ലിങ്ങളുണ്ടാവും, അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ടാവും. അത് സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ വന്ന കുറച്ച് ആളുകൾക്ക്, അത് ചിലതിൽ പറയുന്നത് അവരുടെ വക്കീലിനെ ഉൾപ്പെടെയാണ് പറയുന്നത്, ചിലർ അല്ലാതെയുള്ള ബാക്കി രാഷ്ട്രീയ പാർട്ടിക്കാരെയും പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ വന്നിട്ട് അവിടെ നിന്ന് ഈ പറയും പോലെ തലയിൽ തൊപ്പി വെച്ച് താടിയൊക്കെ വളർത്തിയ സഹോദരങ്ങളോട് പറഞ്ഞത്രേ, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം? നിങ്ങൾ ഹിന്ദുക്കളല്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് നിന്ന് ഇത് കുത്തിപ്പൊളിച്ച്, അതായത് സമാധിയിൽ നിന്നും കുണ്ടലിനീനെ ശക്തി പറഞ്ഞല്ലോ കുണ്ടലിനി ശക്തിയിൽ നിന്നും ഞങ്ങളുടെ പിതാവിനെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവിൻ്റെ മൃതശരീരം അവിടെ നിന്ന് എടുക്കണമെന്ന് നിങ്ങൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ നിന്ന് കുണ്ടലിനി ശക്തി ഉണർത്താനായിട്ട്? എൻ്റെ അച്ഛനെ യോഗീശ്വരനായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ യോഗീശ്വര നിദ്രയിൽ നിന്നും എന്തിനാണ് ഉണർത്താൻ ശ്രമിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു കൂട്ടം ആളുകൾ ബഹളം വെച്ചത്രേ. അത് ഞാൻ പറഞ്ഞതാട്ടോ, അങ്ങനെയല്ല ബഹളം വെച്ചത്.
സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല ബഹളം വെച്ചത്. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു സമാധിയിൽ കുത്തി തുറക്കണമെന്ന് വാശി പിടിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ മഖ്ബറ പോയി തുറന്നാൽ പോരെ എന്നാണ് യഥാർത്ഥത്തിൽ അവർ ചോദിച്ച ചോദ്യം. മറ്റത് ഞാൻ പറഞ്ഞതാട്ടോ. അങ്ങനെ നിങ്ങൾക്ക് പോയി മഖ്ബറ തുറന്നാൽ പോരെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് നിന്നിട്ട് ഈ പറയുന്നത് പോലെ ഇത് തുറക്കണമെന്ന് വാശി പിടിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ നിന്ന് പൊയ്ക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകൾ ഇവരോട് തട്ടിക്കേറിയത്രേ. അതിൻ്റെ ആവശ്യം എന്താണ്? സാധാരണ ഇതുപോലെയൊക്കെ ജനങ്ങൾക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ എല്ലാത്തരം ആളുകളും വരും. ഞാൻ ചോദിക്കട്ടെ, ഹൈന്ദവരാരും പോവില്ലേ? ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് ഒരു മരണാനന്തര ചടങ്ങുകളോ കൊലപാതകങ്ങളോ നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യം പോയി ആരെങ്കിലും ഒരു മരത്തിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം ഓടുന്നത് ഇവരായിരിക്കും കാണാനായിട്ട്. ഫോണും എടുത്ത് പിടിച്ചുകൊണ്ട് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട്, സെൽഫി അല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ മൃതദേഹം ഇങ്ങനെ തൂങ്ങി ആടുമ്പോൾ തിരിഞ്ഞു നിന്ന് സെൽഫി എടുക്കാനും മടിക്കാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. കാരണം ആളുകൾക്ക് മനുഷ്യത്വം ഒരുപാട് മരവിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ആളുകൾക്കും അങ്ങനെ ആരോടുമില്ല. നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ, ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരം അവിടെ കിടന്ന് പ്രാണവേദന കൊണ്ട് പൊളയുകയായിരിക്കും. ചിലപ്പോൾ കൈയും കാലും ഒക്കെ ഒടിഞ്ഞിട്ട് എല്ലൊക്കെ പൊട്ടിയിട്ട് അത്രയേറെ അവശതയിലായിരിക്കും. അപ്പോഴും ആളുകൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇൻസ്റ്റയിലിടാം, ഫേസ്ബുക്കിലിടാനൊക്കെ വേണ്ടിയിട്ട്. അതാണ് അവർ ചെയ്യുന്നത്. വാട്സപ്പ് വഴി ഫ്രണ്ട്സിനെയൊക്കെ ഇത് കാണിക്കാം, അതിനൊക്കെ വേണ്ടിയിട്ട് അവർ നിന്ന് വീഡിയോ എടുക്കും. എന്നാൽ ആ കിടക്കുന്ന ഒരു പാവം മനുഷ്യജീവിയെ താങ്ങി കൂട്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്നുള്ളൊരു മനസ്സുള്ള എത്ര പേരായിരിക്കും ഉണ്ടാവുക? അതാണ് ഓർക്കേണ്ടത്. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അവിടെ നിന്ന് ഈ ഒരു സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകിക്കൂടിയ ജനങ്ങൾ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരുടെയൊക്കെ ജാതിയും മതവും വേർതിരിച്ചല്ല കാണേണ്ടത്, അവരെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കുക. അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മുമ്പൊരിക്കൽ പ്രളയം ഉണ്ടായ സമയത്താണെന്ന് തോന്നുന്നു. അതേ ഉരുൾപൊട്ടലിൽ മരിച്ച സമയത്ത് ഒരുപാട് ആളുകൾ, പ്രളയമാണ്, ഒരുപാട് ആളുകൾ മരിച്ചു പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന ജാതിയോ മതമോ ഒന്നും നോക്കാതെ തന്നെ ഈ പറയുന്ന മുസ്ലിം സഹോദരങ്ങൾ ചെയ്തത്, അവരെ പള്ളിയിലെ സ്ത്രീകൾ നിസ്കരിക്കുന്ന ആ ഒരു ഏരിയ ഇവരുടെ മൃതശരീരം സൂക്ഷിക്കാനായിട്ട് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടങ്ങളും പല കാര്യങ്ങളും ചെയ്തതായിട്ട് ആ ഇടയ്ക്കൊക്കെ ന്യൂസുകളിലൊക്കെ ഞാൻ കണ്ടതാണ്. നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ളതാവും. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടായി. പിന്നെ എന്താണ് ഇവർക്കൊക്കെ പ്രശ്നം? അപ്പോൾ അന്ന് പറയായിരുന്നില്ലേ, ഈ കൂട്ടത്തിലുള്ളവരെ ഫസ്റ്റ് എവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി സൂക്ഷിച്ചിട്ട് DNA ടെസ്റ്റ് ചെയ്തിട്ട്, അതുമാത്രമല്ല അവർ ഹിന്ദുക്കളാണ് എന്നുള്ളതിന് ഉറപ്പ് കിട്ടിയതിന് ശേഷം അവരെ ഈ പറയും പോലെ മുസ്ലിം പള്ളിക്കകത്ത് കൊണ്ടുവയ്ക്കാൻ പാടില്ല. ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് അവർ ഹിന്ദു ആണോ എന്നറിയണം, മുസ്ലിങ്ങളാണെങ്കിൽ മാത്രമേ അവിടേക്ക് കൊണ്ടുപോകാവൂ എന്ന് പറയാൻ അന്നൊന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അന്നും ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടായിരുന്നില്ലേ നമ്മുടെ സമൂഹത്തിൽ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് കുറേ ആളുകളുണ്ട്. ദയവ് ചെയ്ത് അത്തരക്കാരോട് പറയാനുള്ളത്, ഇത് കേരളമാണ്, ഇത് UP ഒന്നുമല്ല, ഇത് കേരളമാണ്, ഇത് ഉത്തർപ്രദേശ് അല്ല, ഇത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം എന്ന് പറയുന്ന സംസ്ഥാനമാണ്. പലതരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവാം മുഖ്യമന്ത്രിയുടെ ഭരണത്തിൽ. അത് എല്ലാവരും അതിൽ തൃപ്തരുമാവില്ല. പല തെറ്റുകളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവാം, ഭരിക്കുന്നവരുടെ ഭാഗത്തു നിന്ന്. അത് ഇപ്പോൾ ഈ ഉത്തർപ്രദേശ് എടുത്തു കഴിഞ്ഞാലും എല്ലാവരും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് നേരെ നോക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഈ പറയുന്ന യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചകളുണ്ടാവാം. അതുപോലെ തന്നെ അയാൾ എന്തെങ്കിലും നല്ല പ്രവൃത്തികളും അവിടെ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ കേരളത്തിലെ കാര്യം എടുത്താലും. അപ്പോൾ എല്ലാവരെയും ഇപ്പോൾ തന്നെ നമ്മുടെ ഹണി റോസിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ തന്നെ നമ്മുടെ മുഖ്യനെടുത്ത ആ ഒരു തീരുമാനം, സ്ത്രീകൾക്കെതിരെ വരുന്ന ഇതുപോലെയുള്ള മോശകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കർശനമായ നടപടി എടുക്കും എന്ന് പറഞ്ഞ് എടുത്ത ആ ഒരു തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടണം, അത് പ്രാവർത്തികമാക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ കേരളത്തിൽ ഇതുപോലെയുള്ള ഊപ്പിടികളൊന്നും നടക്കത്തില്ല. എല്ലാവരും വരും, എല്ലാവർക്കും കാണണം. അവരാരും ഇവരുടെ ആരുടെയും വീട്ടിനകത്തോട്ട് കയറി ചെന്നില്ല. അവരെല്ലാം ജനങ്ങൾ തടിച്ചുകൂടി നിന്ന സ്ഥലത്ത് തന്നെയാണ് അവർ നിന്നിട്ടുള്ളത്. എന്താ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ ഒരു സംഭവം നടക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള പല മാധ്യമ പ്രവർത്തകരും തടിച്ചു വരുന്നുണ്ട്. അവരുടെ എല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരവും നൽകുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന മാധ്യമ പ്രവർത്തകരുടെ ജാതിയോ മതമോ ആരെങ്കിലും നോക്കാറുണ്ടോ?
അവർ കൊണ്ടുവന്ന് അണ്ണാക്കിലോട്ട് മൈക്ക് തള്ളിത്തരുമ്പോൾ അതിൽ നിന്ന് വായിൽ വരുന്നതെല്ലാം വിളിച്ച് വിളിച്ച് പറയാനായിട്ട് എല്ലാവർക്കും വലിയ താല്പര്യമാണ്. എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ നേർക്ക് മൈക്ക് വന്നെങ്കിൽ എന്ന് പറഞ്ഞാണ് ഓരോ ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന ആളുകൾ അന്നേരം ചിന്തിക്കാറുണ്ടോ നിങ്ങളുടെ മതം ഏതാണ്, നിങ്ങളുടെ ജാതി ഏതാണ് എന്ന് ചോദിച്ചിട്ടാണോ മൈക്കിന് മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ എല്ലാ കാര്യത്തിലും കാണിക്കണ്ടേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ? എന്തായാലും അവിടെ നടന്ന സംഭവത്തിനെ ഒരിത്തിരി പോലെ ഞാൻ കാണിച്ചു തരാം. നേരത്തെ നമ്മൾ സംസാരിച്ച ലോക്കൽ സെക്രട്ടറി തന്നെ ഇവിടെ എന്താ സംഭവം? ഒരു വക്കീൽ എന്ന് പറയുന്ന ഒരു പന്നൻ വന്ന് നിന്നുകൊണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് വർഗീയ തിരിച്ച് സംസാരിക്കും. ഇവിടെ ഒരു ഹിന്ദുവും ഇല്ല, ഒരു മുസ്ലിമും ഇല്ല. ഇവിടെ പോലീസിന്റെ നിയമം വശമാക്കി പോലീസ് നിയമം നടപ്പിലാക്കുക, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഹിന്ദുവും ഇല്ല, മുസ്ലിമും ഇല്ല, ഒന്നുമില്ല. ഇവിടെ നിയമം നടപ്പിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ. ഇവിടെ വന്ന് നിന്ന് പച്ചയ്ക്കാണ് വർഗീയത പറയുന്നത്. ഇവിടെ ഒരു വർഗീയതയും ഇല്ല, ഇവിടെ ഒരു വേർതിരിവും ഇല്ല. ഇവിടെ എന്ന് പറയുന്നു ഇവിടെ എന്തിനാണ് പൊളിക്കുന്നത്? നിങ്ങൾ കവർ പോയി പൊളിക്കാത്തത് അത് കേട്ടോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആൾക്കാർ. ഇവിടെ വർഗീയം എന്നുള്ള സംഭവമേ ഇല്ല. എല്ലാ ആൾക്കാരും ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരാണ്. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ ആവശ്യം പോലീസ് നിയമം നടപ്പിലാക്കുക. നമ്മൾ മാറി നിൽക്കുന്നു. പോലീസിന്റെ ജോലി. പക്ഷേ പച്ചയ്ക്ക് വർഗീയത പറയാൻ പാടില്ല. ഇവിടെ വന്നത് ഇത് കേരളമാണ്. വർഗീയത അംഗീകരിക്കുന്ന സ്ഥലമല്ല, വർഗീയതയെ തുറച്ചു നിൽക്കുന്ന സ്ഥലമാണ് കേരളം. അതാണ് സുജയ, അത് തന്നെയാണ് പ്രശ്നം. ഇവിടെ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെയുള്ള പ്രദേശവാസികളും ഒപ്പം ഇത് പൊളിക്കരുത് എന്ന് പറഞ്ഞു വന്ന ആളുകളും തമ്മിൽ നേരത്തെ ചില സംഘർഷം ഉണ്ടായിരുന്നു. അതിൽ ഇരു വിഭാഗത്തുമുള്ള ആളുകളെ ഇവിടെ നിന്ന് പോലീസ് മാറ്റുകയാണ്. കേട്ടില്ലേ? ഇതാണ് വാസ്തവം. എന്ത് തരം ആളുകളാണ്? വല്ലാത്തൊരു, എനിക്ക് തോന്നുന്നു ഇത് ഒരുതരം ഈ വർഗീയത എന്നൊക്കെ പറയുന്ന ഒരുതരം മനോരോഗമാണെന്ന് തോന്നുന്നു. മനോരോഗമാണെങ്കിൽ പോലും ചികിത്സിച്ചാൽ ഭേദമാക്കാം. ഇതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാൻ വലിയ പാടായിരിക്കും. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, തൊണ്ട ഒരുപാട് ഡ്രൈ ആയി കേട്ടോ, അതുകൊണ്ടാണ് വെള്ളം കുടിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമാവുമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ സബ് ചെയ്തില്ലെങ്കിൽ പോലും, വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിലും ലൈക്ക് ചെയ്തില്ലെങ്കിലും തീർച്ചയായും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് കമൻറ്റ് ചെയ്യണം. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.